ഇന്ന് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നടന്നിരിക്കുകയാണ്. നമ്മുടെ മലയാളി സിനിമാ പ്രേമികളെല്ലാം തന്നെ ഒരുപോലെ ഉറ്റുനോക്കിയതാണല്ലോ മമ്മൂക്കിക്ക് ദേശീയ അവാർഡിൽ മികച്ച നടനുള്ള പട്ടികയിൽ അവാർഡ് ലഭ്യമാകുമോ, ഒപ്പം മമ്മൂട്ടി സിനിമകളിൽ ഏതൊക്കെ സിനിമകൾക്ക് 2022 സെൻസർ ചെയ്ത സിനിമകൾക്ക് ഏതെല്ലാം വിഭാഗത്തിൽ അവാർഡ് ലഭ്യമാകും എന്നൊക്കെ. എന്നാൽ ഇപ്പോഴത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപനം വരുമ്പോൾ ഒരു തരത്തിലും ഒരു മേഖലയിലും മമ്മൂക്ക സിനിമകൾക്ക് അവാർഡില്ല, മമ്മൂക്ക അഭിനയിച്ച സിനിമയിൽ മമ്മൂക്കയുടെ അഭിനയ പ്രകടനത്തിന് അവാർഡില്ല എന്നൊരു കടുത്ത നിരാശാജനകമായ വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നതുപോലെ മമ്മൂക്കയോടൊപ്പം മത്സര രംഗത്തുണ്ടായിരുന്ന ഋഷഭ് ഷെട്ടിക്കാണ് ഇപ്പോഴത്തെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭ്യമായിരിക്കുന്നത്. അത് കാന്താര എന്ന സിനിമയിലെ അഭിനയ പ്രകടനത്തിനാണ് എന്നൊരു റിപ്പോർട്ടാണ് ഇന്നത്തെ ദേശീയ അവാർഡ് പ്രഖ്യാപന ചടങ്ങിന് ശേഷം പുറത്തു വന്നിരിക്കുന്നത്. ഓരോ മമ്മൂട്ടി സിനിമകളും റിലീസ് ചെയ്യുമ്പോൾ മമ്മൂട്ടിയുടെ സിനിമയിലെ അഭിനയ പ്രകടനങ്ങൾക്കെല്ലാം തന്നെ ദേശീയ ലെവൽ അഭിനന്ദന പ്രവാഹമെല്ലാം തന്നെ നാം കാണാറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ദേശീയ അവാർഡ് ഇതുവരെ മമ്മൂട്ടിക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ലഭ്യമായില്ല എന്നൊരു ചോദ്യമാണ് ശക്തമാകുന്നത്. അതും 2022 ഒന്നല്ല, 3-ൽ പരം സിനിമകളിലെ വ്യത്യസ്ത വേഷങ്ങൾ, വ്യത്യസ്ത ഭാവങ്ങളെല്ലാം തന്നെ നാം മമ്മൂട്ടി എന്ന നടനിലൂടെ കണ്ടതാണല്ലോ. നൻപകൽ നേരത്ത് മയക്കം, പുഴു, റൊഷാക്ക്, ഭീഷ്മപർവം എന്നീ സിനിമകളെല്ലാം തന്നെ 2022 വർഷം സെൻസർ ചെയ്യപ്പെട്ട സിനിമകളാണ്. ഈ സിനിമകളിൽ നോമിനേഷനിലടക്കം മുന്നിട്ട് നിന്നത് ലിജി ജോസ് പെല്ലിശ്ശേരിയുടെ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന്റെ പ്രകടനത്തിനെല്ലാം തന്നെയായിരുന്നു. എന്നിട്ടും അതിനും അവാർഡ് ലഭ്യമാകാത്തത് കടുത്ത നിരാശ ആരാധകരിലും മലയാളി സിനിമാ പ്രേമികളിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ ഇത്തവണയും ദേശീയ അവാർഡിൽ മമ്മൂക്കയെ തടഞ്ഞിരിക്കുന്നു എന്നത് നിസ്സംശയം പറയാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ പേരൻപ് മുതൽ നാം കാത്തിരിക്കുന്ന ആ ദേശീയ അവാർഡ് ഇനി എപ്പോൾ മമ്മൂക്കയെ തേടി എത്തുമെന്നതാണ് നാം ഉറ്റുനോക്കുന്നത്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട്.